40 വർഷങ്ങൾക്ക് ശേഷം ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തേക്ക് പോകുന്നുവെന്ന ചരിത്രം കൂടിയാണ് ആക്സിയം 4 കുറിക്കുന്നത്. ഇന്ത്യൻ ബഹിരാകാശ യാത്രികനായ ശുഭാംശു ശുക്ലയുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്ര പുതിയ യുഗത്തിന്റെ തുടക്കം കൂടിയാണ്. ആക്സിയം 4 ദൗത്യത്തിൽ പൈലറ്റായ ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ ദൗത്യം എന്തുകൊണ്ട് പ്രധാനമാണ്? ISROയുടെ വരുംകാല ദൗത്യങ്ങൾക്ക് ശുഭാംശുവിന്റെ പരിചയസമ്പത്ത് എങ്ങനെ ഉപയോഗിക്കാനാകും എന്ന് നോക്കാം. ഗഗൻയാൻ ദൗത്യത്തിന് തയ്യാറെടുക്കുന്ന ISROയ്ക്ക് ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശത്തെ അനുഭവം നിർണായകമാണ്. ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യത്തിൽ ശുഭാംശു ശുക്ലയുടെ യാത്ര പുതിയ അധ്യായമാകുന്നതും ഇക്കാരണത്താലാണ്. 2040ഓടെ മനുഷ്യനെ ചന്ദ്രദൗത്യത്തിലേക്ക് നയിക്കുന്നതിനുള്ള വാതിൽ ഈ ബഹിരാകാശ യാത്ര തുറന്നുകൊടുക്കും എന്നതാണ് പ്രധാന നേട്ടം. ഗഗൻയാനും നിർദ്ദിഷ്ട ഇന്ത്യൻ ബഹിരാകാശ നിലയത്തിനു വേണ്ടി ഇന്ത്യയുടെ ഭാവി ബഹിരാകാശ ശേഷികൾ വികസിപ്പിക്കാനുള്ള അടിത്തറപ്പാകുന്നതാണ് ശുഭാംശുവിന്റെ 2 ആഴ്ചത്തെ ബഹിരാകാശ ദൗത്യം. തീരുമാനമെടുക്കൽ, ഓർബിറ്റൽ നാവിഗേഷൻ, ബഹിരാകാശ പേടക പ്രവർത്തനങ്ങൾ എന്നിവയിലെ ശുഭാംശു ശുക്ലയുടെ പ്രായോഗിക പഠനം ISROയ്ക്ക് മുതൽക്കൂട്ടാകും. നിലവിൽ രാകേഷ് ശർമ്മയ്ക്ക് മാത്രമേ അത്തരം പരിചയമുള്ളൂവെങ്കിലും അത് പഴയ സാങ്കേതിക വിദ്യകളിലായിരുന്നു. അതിനാൽ ശുഭാംശുവിന്റെ അനുഭവസമ്പത്ത് ഭാവിയിലെ ഇന്ത്യൻ ബഹിരാകാശ യാത്രികർക്ക് ഏറെ സഹായകമാകും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല എന്നതാണ് മറ്റൊരു നേട്ടം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അദ്ദേഹം ചെലവിടുന്ന ഓരോ നിമിഷവും നിർണായകമാണെന്ന് പറയുന്നതും ഇക്കാരണത്താലാണ്. ബഹിരാകാശ നിലയങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള പ്രധാന നിരീക്ഷണങ്ങൾ ശുഭാംശുവിന് നൽകാൻ കഴിയും. ഇത് ISROയുടെ സ്വന്തം ബഹിരാകാശ നിലയം നിർമ്മിക്കാനുള്ള ദീർഘകാല പദ്ധതിക്ക് നിർണായകമാണ്. വിജയകരമായ ബഹിരാകാശ പദ്ധതികളിലൂടെ ഭാവിയിൽ രാജ്യങ്ങൾക്ക് അറിവ് സ്വായത്തമാക്കുന്നതിനും ബഹിരാകാശ യാത്രികർക്ക് അവരുടെ ഭാവി ദൗത്യങ്ങളിലേക്കുള്ള പഠനം എളുപ്പമാക്കാനും യാത്ര സഹായിക്കും എന്നതാണ് മറ്റൊരു വസ്തുത. ബഹിരാകാശത്ത് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പരീക്ഷണങ്ങൾ നടത്താനും ISROയ്ക്ക് പദ്ധതിയുണ്ട്. അതിനുള്ള ആദ്യ അവസരമായി ആക്സിയം 4 ദൗത്യം മാറും എന്നതും പ്രധാനമാണ്. ഇന്ത്യയുടെ ഭാവി ബഹിരാകാശ ഗവേഷണത്തിന് ഇത് കൂടുതൽ കരുത്തു പകരും. ബഹിരാകാശ കൃഷിയും പക്ഷി സുരക്ഷിതയും പര്യവേഷണം ചെയ്യുന്നതിനായി മൈക്രോ ആൽഗകളെക്കുറിച്ചുള്ള പഠനങ്ങളും ISRO നടത്തുന്നുണ്ട്. ബഹിരാകാശത്ത് ഏറെക്കാലം കഴിയേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ ബലക്ഷയത്തിനുള്ള കാരണങ്ങളും യാത്രയിൽ പഠനവിധേയമാകും. ഇവയൊക്കെ ഇന്ത്യയുടെ ഭാവിയിലെ സ്വന്തം ബഹിരാകാശ നിലയ പദ്ധതികളെ സഹായിക്കുന്നതാണ്. ശക്തമായ ബഹിരാകാശ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിന് ഇന്ത്യക്ക് സ്വകാര്യ മേഖലയുടെ സജീവ പങ്കാളിത്തത്തോടെയുള്ള ബഹിരാകാശ ആവാസ വ്യവസ്ഥയും ആവശ്യമായി വരും. ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയുടെ സാധ്യതകൾ തുറക്കുന്നതിന് ഇത് വഴിയൊരുക്കും. നിലവിൽ ആഗോള ബഹിരാകാശ വിപണിയുടെ മൂല്യം $500 ബില്യൺ. 2030 ആകുമ്പോഴേക്കും ഇത് ഇരട്ടിയാകുമെന്നും പറയപ്പെടുന്നുണ്ട്. ബഹിരാകാശ രംഗത്ത് കരിയർ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്കും സ്കൂൾ കുട്ടികൾക്കും പ്രോത്സാഹനം നൽകുന്നതിന് ശുഭാംശു ശുക്ലയുടെ ദൗത്യം പ്രചോദനമാകും എന്നതും ഈ യാത്രയുടെ നേട്ടമാണ്. അതിനാൽ ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്ര വരും തലമുറയ്ക്ക് അനന്തസാധ്യതകൾ തുറക്കും.